ഞാനിപ്പോൾ നമ്മുടെ റാന്നിയിലാണ് നിൽക്കുന്നത് കേട്ടോ. റാന്നി പോലീസ് സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടുത്തെ ബിൽഡിങ്ങിലാണ്. ഇവിടെ എന്തോ സ്ഫോടനം എന്തോ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഉണ്ടോ ഇതിൻ്റെ ഇവിടുന്ന് തെറിച്ച് പോയ ഡോറാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഉണ്ടായിരിക്കുന്നുണ്ടോ അല്ല, ഈ ഇവിടെ കാണുന്ന ഡോറാണ്. എന്തോ സംഭവം ഒന്നും അറിയത്തില്ല. പോലീസ് ഇവിടെ എല്ലാം അത് സീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ റൂമിൽ നിന്നാണ് പൊട്ടിത്തെറി ഉണ്ടായത് കേട്ടോ. then ഇവിടെ കണ്ടോ ഈ റോഡിലെല്ലാം ചില്ല് കിടക്കുന്ന കേട്ടോ. അവിടുത്തെ ജനൽ പൊട്ടിത്തെറിച്ചതിൻ്റെയാണ് കണ്ടോ കേട്ടോ. ഇത് കണ്ടോ ഇവിടെ എല്ലാം ചില്ലും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ ബോർഡൊക്കെ അടിച്ചു പോയിട്ടുണ്ട്. ഇത് കണ്ടോ എന്തോ സംഭവം ഒന്നും ആർക്കും അറിയത്തില്ല. എല്ലാവരും വളരെ ഒന്നിച്ചേക്കും. ചേട്ടാ ചേട്ടൻ ഇവിടുത്തെ വാർഡ് മെമ്പറല്ലേ? പഞ്ചായത്ത് മെമ്പറാണ്. സ്ഥലത്തില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ അറിയാൻ പറ്റിയത് ഒരു അരമണിക്കൂർ മുമ്പ് അന്യസംസ്ഥാന തൊഴിലാളി താമസിച്ചുകൊണ്ടിരുന്ന റൂമിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. അത് ഗ്യാസ് ആണെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. മറ്റുള്ള കാര്യങ്ങൾ കൂടുതൽ വിശകലനം ചെയ്ത് പോലീസും മറ്റുള്ളവരും സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ അത് നമുക്ക് അറിയാൻ പറ്റൂ. സാംജി കേട്ടറിഞ്ഞ് വന്നാണോ? നമ്മളിവിടുത്തെ ഇങ്ങനെ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഒരു ഗ്യാസ് പൊട്ടിത്തെറിച്ചെന്നുള്ള രീതിയിലാണ് പുറത്തോട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഗ്യാസ് പൊട്ടിത്തെറിച്ച എങ്ങനെയാണോ? സാധാരണ തീപിടുത്തം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ തന്നെ ആ മുറിയിൽ ലൈറ്റൊക്കെ തന്നെ തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതുപോലെ ഭയങ്കര ഉഗ്രമായ ഒരു സ്ഫോടനമാണ് ഉണ്ടായത്. ഇതിന്റെ കഥയൊക്കെ കണ്ടില്ല, തെറിച്ച് അങ്ങനെ സൈഡ് വരെ പോയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള എല്ലാ ബിൽഡിങ്ങുകളുടെയും ഗ്ലാസുകളൊക്കെ ഈ ഗ്ലാസ് ഡോറുകളുള്ള എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. എന്തായാലും മറ്റേ ഇതിന്റെ കൂടുതൽ തലത്തിലുള്ള അന്വേഷണം നടന്നാൽ മാത്രമേ എന്താണ് സംഭവം എന്നുള്ളത്. അന്യസംസ്ഥാന തൊഴിലാളി താമസിക്കുന്ന റൂമാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ. 65% മുകളിൽ പൊള്ളലേറ്റ് പൊള്ളലേറ്റിട്ടുണ്ട്. ഗ്യാസൊക്കെയാണ് അങ്ങനെ പറ്റത്തില്ലല്ലോ. എന്തായാലും തീപിടുത്തമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് മുറി കാണാം ഇവിടെ കണ്ടീഷൻ. കൂടുതൽ വിശദാംശങ്ങൾ അധികാരികളെ സംസാരിക്കും. പോലീസെല്ലാം വന്ന് സീലൊക്കെ ചെയ്തല്ലേ? ഏകദേശം എത്ര നേരം കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട്? അരമണിക്കൂറായിട്ട്. അരമണിക്കൂറായിട്ട്.